ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യാണ്ട് പോയത്, പക്ഷേ നൈസ് വൺ ടൈം വാച്ച്. കൊള്ളൂല ബ്രോ. അത് തന്നെയാണ് അവിടെയും പറഞ്ഞ കൂറപ്പടം. ആകെ എൻക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ കൊള്ളാമെന്നുള്ളത്. അതല്ലാതുണ്ടെങ്കിൽ ഈ പടം ഒന്നുമില്ല. എനിക്ക് പേഴ്സണലി ഞാൻ മാർവൽ ഫാനാണ്, രാവിലെ മഴയത്ത് വന്നതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം ഇഷ്ടപ്പെട്ടില്ല. ഹൈപ്പായിരുന്നു, നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാമിയോ പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. നല്ലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് അടിപൊളിയാണ്. അത് തന്നെ വെർത്താണ് ഈ പടം കാണാൻ വേണ്ടിയിട്ട്. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അടുത്ത പടം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും റിവീൽ ചെയ്യുന്നില്ല. പോസ്റ്റ് ക്രെഡിറ്റ് എന്തായാലും ഇരുന്ന് കാണണം. നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. കിടിലം പടമായിരുന്നു, ഒരു രക്ഷയില്ല. തണ്ടർ ബോൾട്സ് എനിക്ക് ഇതേ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. മാർവലിൻ്റെ ഒരു തിരിച്ചുവരുന്നു വേണമെങ്കിൽ പറയാം. എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വില്ലനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗലാക്ടസും പിന്നെ സിൽവർ സർഫറും ഒക്കെ എല്ലാവരും കിടിലായിരുന്നു. ഇത് കൂടുതലും നമ്മുടെ സൂസ്റ്റോമിനെ ഫോക്കസ് ചെയ്തുള്ള സിനിമയുണ്ട്, കൊള്ളായിരുന്നു. ഫീമെയിൽ ലീഡ് ആദ്യമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 3Dയിൽ അത്രയ്ക്കില്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ. കണ്ടിന്യൂൻസ് അല്ല, ബട്ട് ഇനി ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അടുത്ത പടം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും റിവീൽ ചെയ്യുന്നില്ല. പോസ്റ്റ് ക്രെഡിറ്റ് എന്തായാലും ഇരുന്ന് കാണണം, നല്ല ത്രില്ലടിപ്പിക്കുന്നൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. കൊള്ളൂല ബ്രോ. അത് തന്നെയാണ് അവിടെയും പറഞ്ഞ കൂറപ്പടം. ആകെ എൻക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ കൊള്ളാമെന്നുള്ളത്. അതല്ലാതുണ്ടെങ്കിൽ ഈ പടം ഒന്നുമില്ല. ചുമ്മാ ഭയങ്കര ലാഗ്, ഒരു രക്ഷയില്ലാത്ത ലാഗ്. ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. പക്ഷേ തോറൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൻ്റെ ഒരു 7 അയലത്ത് എത്തൂല ബ്രോ. ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു എൻക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ. അതും ഫേസ് റിവീലിംഗ് അല്ല. ബാക്കിയുള്ളത് അന്ന് കാണട്ടെ. ചുമ്മാ ഇല്ല ബ്രോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി ഞാൻ മാർവൽ ഫാനാണ്, രാവിലെ മഴയത്ത് വന്നതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം ഇഷ്ടപ്പെട്ടില്ല. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. ആക്ച്വലി കുഴപ്പമില്ല, ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യാണ്ട് പോയത്, പക്ഷേ നൈസ് വൺ ടൈം വാച്ച്. കുഴപ്പമില്ല, ആക്ച്വലി നൈസാണ്. എക്സ്പെക്ടേഷൻ വെക്കാണ്ട് പോയത് നല്ലായിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷം നല്ലൊരു മാർവൽ പടം കണ്ടു. ലാസ്റ്റ് സ്പൈഡർമാൻ നോ വേ ഹോമിന് ശേഷം ഒരു ആക്ച്വലി നല്ലൊരു കിടിലം മാർവൽ പടം ഇതായിരുന്നു. സിനിമ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വന്നതല്ല. ആക്ച്വലി എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഗാലക്ടസ് എന്ന് പറഞ്ഞൊരു വില്ലനെ നമ്മൾ കോമിക്സിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റേ ബുക്സിലൊക്കെ. പക്ഷേ ആ പുള്ളി ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അത് ആക്ച്വലി ഒരു അവസാനത്തെ ഫൈറ്റ് സീൻസ് എല്ലാം നൈസായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സിനിമ ഒരു 2 hour ഡ്യൂറേഷനുള്ള മൂവിയാണ്. പക്ഷേ ആ സിനിമയിൽ ഉടനീളം നമുക്ക് തോന്നാത്തൊരു ഹൈ മൊമെൻറ്റ്സ് ഇതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. അത്രയും ഒരു ഹൈപ്പ് കയറ്റിയ ഒരു ക്രെഡിറ്റ് സീനായിരുന്നു. റീസെൻ്റ്ലി അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് സീനിലൊന്നും കിട്ടാറില്ല, വെറുതെ ചവർ എന്തെങ്കിലും കാണിക്കാറാണ് പതിവ്. പക്ഷേ ഇതിലെ ക്രെഡിറ്റ് സീൻ അടിപൊളിയായിരുന്നു. അത് കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഇത് കാണാൻ വരാം. നൈസായിരുന്നു. ഓക്കെ, ഹൈപ്പായിരുന്നു, നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് തൂക്കി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇവിടെ നല്ല മൂവിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിലെല്ലാം കൊള്ളാം, പോസ്റ്റ് ക്രെഡിറ്റ്സ് ഒക്കെ സൂപ്പറാണ്. എല്ലാവരും വന്ന് കുഴപ്പമില്ല ബ്രോ, വലിയ വിഷ്വൽസ് ഒക്കെ കൊള്ളാം, പോസ്റ്റ് ക്രെഡിറ്റും കൊള്ളാം, എൻ ക്രെഡിറ്റ് ഒക്കെ വളരെ മോശമാണ്. ആ തണ്ടർ ബോൾസിൻ്റെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് ചോദിച്ചത്, അതൊന്നും ഇല്ല. കണ്ടിരിക്കാൻ ചുമ്മാ ഇപ്പോൾ സൂപ്പർമാനൊക്കെ പോലെ തന്നെ. എനിക്ക് വലിയ കാണാനായിട്ടൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല. നല്ല മൂവിയായിരുന്നു ബ്രോ, നൈസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അധികം എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ഈ മാർവലിൻ്റെ ഒരു ബാഡ് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തണ്ടർ ബോൾട്ട് വന്നു. എനിക്ക് പറയാനുള്ള ഇപ്പോൾ തണ്ടർ ബോൾട്ട് ഒരുപാട് പേരൊന്നും കാണാൻ പോയില്ല, നല്ലൊരു ഫിലിമായിരുന്നു. അതേപോലെ ഇതും കാണാതിരുന്ന സത്യം പറഞ്ഞ ഒരു നഷ്ടമായിരിക്കും. കാര്യം നല്ല പടമായിരുന്നു. അത് മാത്രമല്ല, ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന മാർവലിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ധാരാളമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്, കൺവിൻസിംഗ് ആണ്. പഴയത് വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പഴയതെന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയിൽ. അപ്പോൾ ഇപ്പോൾ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ മേക്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോറി ഏകദേശം അതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ആ ബേസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഇത്രയും വർഷങ്ങളുടെ ആ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഒബ്വിയസ് ആയിട്ടും ഈ പടം തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുക. VFX എല്ലാം നല്ല, മാർവലിൻ്റെ VFX നമ്മൾ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നല്ല കൺവിൻസിംഗ് ആയിരുന്നു VFXും കാര്യങ്ങളൊക്കെ, നല്ല 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസ് എ ഹോൾ നല്ലൊരു പടമാണ്, നൈസ്. കണക്റ്റ് ആവാത്ത പോലെ തോന്നിയില്ല. ചിലപ്പം ഈ കോമിക്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് നല്ലപോലെ കണക്റ്റ് ആവുമായിരിക്കും. അങ്ങനെ കണക്റ്റ് ആവാത്തതോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത്. സ്ക്രീൻ പ്ലേയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, നല്ല മൂവിയായിരുന്നു, നൈസായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറയാം. പിന്നെ അത് മാത്രമല്ല, ഈ നോർമൽ നമ്മൾ ആസ് യൂഷ്വൽ സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ഈ ആക്ഷൻ സീക്വൻസിനും അതേപോലെ ഈ കുറച്ചൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻസിനായിരിക്കും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് അവർക്കൊരു എയിമുണ്ട്, കഥയ്ക്കൊരു എയിമുണ്ട്. പക്ഷേ അത് മാത്രമല്ല, കൂടുതലും ആ ഫാമിലി ഇമോഷൻസിനും ഡ്രാമാറ്റിക് മൊമെൻറ്റ്സിനൊക്കെയാണ് അവർ കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രാഗിങ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് താല്പര്യമുള്ളവർക്ക് ഇരുന്ന് കാണാം. ഓക്കെ, നൈസാണ് പടം. ക്യാമിയോ പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. നല്ലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് അടിപൊളിയാണ്. അത് തന്നെ വെർത്താണ് ഈ പടം കാണാൻ വേണ്ടിയിട്ട്, നൈസാണ്.